അറുക്കാവുന്നതാണ്. അവരെ കൊണ്ട് അറുക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആ ദിവസം പെരുന്നാൾ ദിവസം തനിക്കും തന്റെ കുടുംബത്തിനുമൊക്കെ ഉള്ള ചെലവിനുള്ള പണമൊക്കെ കഴിഞ്ഞ് ഒരു മാടിനെ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അയാൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും മറ്റൊരാൾ വാങ്ങിയിട്ടാണെങ്കിലും പിന്നീട് അത് വീട്ടാൻ പറ്റുമെന്നുള്ള കഴിവും അതിനുള്ള വിശ്വാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉദ്ഹിയ്യത്ത് അറുക്കാവുന്നതാണ്. ഉദ്ഹിയ്യത്ത് അറുത്താൽ ഒരുപാട് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം എന്നത് നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ മഹ്ശറിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന വാഹനവും നാളെ സിറാത്ത് പാലം കടന്നു പോകാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നൊക്കെ ഈ പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മൃഗങ്ങളെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടെ കാണേണ്ടതുണ്ട്. കഴിയുന്നവർ അത് അറുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആരാണ് അറുക്കേണ്ടത്? അറുക്കാൻ ആരാണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച വ്യക്തിയാണ് ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിനെ അറുക്കേണ്ടത്. അറുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. പക്ഷെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും ആ അറുക്കുന്ന ആളുടെ അടുക്കൽ തന്നെ, അറുക്കുന്ന മൃഗത്തിന്റെ അടുക്കൽ തന്നെ നിൽക്കലും സുന്നത്താണ്. അറുക്കുന്ന വ്യക്തി ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന് അറുക്കുന്നത് വരെ തന്റെ താടി, മുടി, നഖം പോലെയുള്ളവ മുറിച്ചു കളയാൻ പാടില്ല എന്നുള്ളതാണ്. ആരാണോ ഉദ്ഹിയ്യത്ത് നിയ്യത്ത് കരുതുന്നത് അവർക്കാണ് ഈ നിയമം ബാധകമാവുന്നത്. കുടുംബനാഥൻ ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിയ്യത്ത് വെച്ചു എന്ന് വെച്ചിട്ട് കുടുംബത്തിലെ മറ്റുള്ളവർക്കാർക്കും മുടിയും നടിയും എടുക്കാൻ പാടില്ല എന്നല്ല ഉദ്ദേശം. അവർക്കൊക്കെ എടുക്കാവുന്നതാണ്. ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ച വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പറ്റില്ല. ഇനി ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ച വ്യക്തി അയാൾക്ക് അയാളുടെ ഒരു ഉദ്ഹിയ്യത്തിന്റെ ഷെയറുകൊണ്ട് അയാൾക്ക് മാത്രമേ ഉദ്ഹിയ്യത്ത് അറുത്ത പ്രതിഫലമുള്ളൂ. കുടുംബത്തിലെ മറ്റുള്ളവർക്കും കൂടി ഉദ്ഹിയ്യത്ത് കരുതാൻ പറ്റില്ല. അങ്ങനെ കരുതിയാൽ ആ ഉദ്ഹിയ്യത്ത് ശരിയാവുകയില്ല. ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലം ഒരു ഷെയർ ഒരാൾക്ക് മാത്രമാണ്. പിന്നെ അത് നൽകുന്ന സദഖയുടെ പ്രതിഫലം, അതിന്റെ സദഖയുടെ മിസ്ല സവാബിനെ മരണപ്പെട്ടു പോയവർക്ക് അതുപോലെ കുടുംബക്കാർക്ക് വേണ്ടി കരുതാവുന്നതാണ്. അവർക്ക് പ്രതിഫലം കിട്ടും. ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന് ഉദ്ഹിയ്യത്ത് അറുത്തു എന്ന പ്രതിഫലം ഉള്ളത് അത് ആരാണോ നിയ്യത്ത് വെക്കുന്നത് അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾ ഉദ്ഹിയ്യത്ത് അറുക്കാൻ തീരുമാനിച്ചു, തൻ്റെത് അറുക്കണമെങ്കിൽ തനിക്ക് സ്വന്തമായി അറക്കാം, തന്റെ ഭാര്യയുടേത് അറക്കണമെങ്കിൽ ഭാര്യയോട് പറഞ്ഞ് അവരുടെ പേരിൽ അറക്കാം, തന്റെ മാതാവിന്റെയോ പിതാവിന്റെയോ കുടുംബത്തിൽ ആരുടെയെങ്കിലും പേരിൽ അറക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരിലും, പ്രായപൂർത്തി എത്താത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ, പ്രായപൂർത്തി എത്താത്ത കുട്ടികളാണെങ്കിൽ അവരുടെ സമ്മതം ആവശ്യമില്ല, എത്തിയ കുട്ടികളാണെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടെയോ അതല്ല എങ്കിൽ പിതാവിന്റെയോ ഉമ്മയുടെയോ ഒക്കെ സമ്മതത്തോടു കൂടെയോ അവരുടെ പേരിൽ ഉദ്ഹിയ്യത്ത് അറുക്കാവുന്നതാണ്. മരണപ്പെട്ടു പോയവരുടെ പേരിൽ അവരുടെ വസിയ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഉദ്ഹിയ്യത്തിന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഒന്നുകിൽ നിയ്യത്ത് വെക്കണം. അതല്ല എങ്കിൽ അറുക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചാലും മതി. വേറൊരാളെ വക്കാലത്താക്കി ഉദ്ഹിയ്യത്ത് അറുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചാൽ വക്കാലത്താക്കിയാൽ ആ വക്കാലത്താക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കുകയോ അതല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കാൻ വക്കാലത്ത് ഏൽപ്പിക്കുകയോ ചെയ്യണമെന്നുള്ളതാണ്. അറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ഖിബിലക്ക് മുന്നിടുകയും മൃഗത്തെ ഖിബിലക്ക് മുന്നിടിക്കുകയും ചെയ്തുകൊണ്ട് തക്ബീർ ചൊല്ലി അള്ളാഹു സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും കൂടി നിർവഹിച്ചുകൊണ്ടാണ് മൃഗത്തെ അറുക്കേണ്ടത്. അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക വ തഖബ്ബൽ മിന്നി എന്ന പ്രാർത്ഥനയാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത്. ഉദ്ഹിയ്യത്തിനെ നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി. നേർച്ചയാക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് മൃഗത്തിൽ നിന്നും ഒന്നും തന്നെ എടുക്കാൻ പാടില്ല. പരിപൂർണമായും അത് സദഖ ചെയ്യണം. സുന്നത്തായ ഉദ്ഹിയ്യത്താണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അല്പം കൊടുക്കൽ നിർബന്ധമാണ്.